അവിടെ ഓൺ ചെയ്തേ. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഹാപ്പി വിമൻസ് ഡേ. എന്താണ് നിൻ്റെ അഭിപ്രായം വിമൻസ് ഡേയെ പറ്റി? ന്യൂജൻ എന്ന അഭിപ്രായത്തിൽ നമ്മൾ കഴിഞ്ഞ തലമുറക്കാരാണല്ലോ നമ്മളൊക്കെ അമ്മമാർ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷനാണ്. ഇപ്പം അവർ എന്തൊക്കെയോ പറയും, അതാണ് ജെൻസിന്നോ പിന്നെ 2K കിഡ്സ് എന്നൊക്കെ പറയില്ല. അപ്പം അങ്ങനെയുള്ളവരാണ് ഇവരൊക്കെ. അപ്പം ഇവരും ഇവരുടെ അപ്പുറത്തെ തലമുറകളൊക്കെ ആയിപ്പോൾ. അപ്പോൾ അവർക്ക് എന്താണ് ഈ വനിതാ ദിനത്തിനെ പറ്റിയുള്ള അഭിപ്രായം? നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്ത് നോക്കാം. അഭിപ്രായം ഇൻ ദ സെൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിമൻസ് ഡേ ടു എവറി വുമൻ. ഒരു പെണ്ണായിട്ട് ജനിച്ചതും അല്ലെങ്കിൽ ഇപ്പം ജീവിക്കുന്നതും, ബിക്കോസ് ഇപ്പം ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടല്ലോ. നമ്മളെന്താ പറയുക, ഒരു മെയിലായിട്ട് ജനിച്ചിട്ടും ഫീമെയിലായിട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട്. സർജറി ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിലും അവർ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ ടു എവറിബഡി ഹു റെക്കഗ്നൈസ് ദെംസെൽവ്സ് ആസ് വിമൻ, എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. എന്താ ചോദിച്ച ക്വസ്റ്റൻ എന്താ, എങ്ങനെ എന്ത് ഫീൽ ചെയ്യുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം പഴയ കാലത്തെ സ്ത്രീകളും എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട സ്ത്രീകളും നിങ്ങളും നിങ്ങളുടെ അപ്പുറത്തെ പുതിയ ജനറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു? ഹ്യൂജ് ഡിഫറൻസ്. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് മോസ്റ്റ് ഓഫ് ദ ഫീൽഡിൽ. കാരണം ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിലും റൈറ്റ്സ്, അല്ലെങ്കിൽ ഒരു ആക്സസ്, ഒരു പെൺകുട്ടിക്ക് എത്ര ആക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എത്ര വരെ പോകാം, ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വർക്കിംഗ് വുമൻ, പഠിക്കുന്ന കുട്ടി, ഈവൻ ആ കുഞ്ഞു വാവ ജനിക്കുന്ന സമയം മുതൽ തന്നെ നോളജ് ആണെങ്കിൽ തന്നെ, ഇപ്പം ഇൻ്റർനെറ്റ് കാരണം തന്നെ പെൺകുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ. പക്ഷേ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്സസ്, നോളജ്, ഇൻഫർമേഷൻ, നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് ഇല്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആക്സസ് എല്ലാവർക്കും ഉണ്ട്. ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ ഇപ്പം കയ്യിൽ ഫോണാണല്ലോ. ചെറിയ കുട്ടികൾ നമ്മളിപ്പോൾ കാർട്ടൂൺ കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ആ ചെറിയ കുഞ്ഞു വാവുകൾ മുതൽ വലിയ പ്രായമുള്ള അമ്മമാരോ 90s ഉള്ള അമ്മമാരോ വരെ ആക്സസ് ഉണ്ട് ടെക്നോളജിക്കാണെങ്കിലും. ഈ വേൾഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം വാർ നടന്നുണ്ട് അറ്റ് ദ മൊമെന്റ്. സോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ന്യൂസ് പേപ്പറിൽ വരുന്ന സമയത്ത് ന്യൂസ് പേപ്പർ വായിക്കാനുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്തിൽ എവറിബഡി നോസ് ദാറ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയെങ്കിൽ ഇപ്പോൾ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്കത് കൺവേർട്ട് ചെയ്യാം. ഇപ്പം ഒരു കുഞ്ഞു ഭാഗത്ത് അത് കണ്ട് വായിച്ചെടുക്കാനുള്ള ബുദ്ധിയില്ലെങ്കിലും റീല് കാണും, അതിൻ്റെ മുകളിൽ ഷോർട്സ് വരും, ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്, ന്യൂസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേൾക്കുന്ന മീഡിയത്തിൽ കൂടെ ആണെങ്കിലും എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ട്. സോ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ആക്സസ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ള ധൈര്യമുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്തിൽ മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് പേടിയായിരുന്നു. ആൾക്കാരെന്ത് പറയും, ഇവരെന്ത് വിചാരിക്കും, എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ തെറ്റി വിചാരിച്ചു, അവർക്ക് നാണക്കേട് ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ ടോപ്പിക് ഉണ്ടായിരുന്നത് ആ സമയത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ ഐ തിങ്ക് നോ വൺ ഇസ് ബോതേർഡ്. ആരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ, ബിക്കോസ് ഐ ഡോണ്ട് കെയർ. അങ്ങനെ വിചാരിച്ചു, അതുകൊണ്ട് ഇപ്പം എനിക്കെന്താ അവരല്ലല്ലോ എന്നെ തീറ്റിക്കുന്നത്, അവരല്ലല്ലോ എൻ്റെ ബില്ലടയ്ക്കുന്നത് എന്നുള്ളതാണ് മെയിൻ കൺസേൺ എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എല്ലാ ജനറേഷൻ തമ്മിൽ, നിങ്ങളുടെ ജനറേഷൻ ഞങ്ങളുടെ ജനറേഷനും ഇതിന് ശേഷമുള്ള ജനറേഷൻ തമ്മിലും എനിക്ക് തോന്നുന്നത് അതാണ്. കൂടുതൽ ബോധേഡ് അല്ല അവർ. ദേ വെരി ഫ്രീ വിൽ. അവർക്ക് തോന്നിയത് അവർക്ക് ചെയ്യും. ഇന്ന് ഇതായിരിക്കും, നാളെ അതായിരിക്കും, ആൻഡ് ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. അതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ ഞങ്ങളുടെ തലമുറയിൽ അങ്ങനെ ആയിരുന്നില്ല. എന്നുവെച്ചാൽ എല്ലാം നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ജീവിച്ചിരുന്നത്, എസ്പെഷ്യലി പെണ്ണുങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സമ്മതം ചോദിക്കണം. അന്ന് നമ്മൾ ആണുങ്ങളുടെ സമ്മതത്തെ ഒന്നാമത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഇൻകം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അന്ന് ആരും സ്ത്രീകളൊന്നും ജോലിക്ക് പോകുന്നില്ലല്ലോ. വളരെ കുറച്ച് പേര് മാത്രമേ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുള്ളൂ. മറ്റ് ആണുങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവരാണല്ലോ വീട്ടിലേക്കുള്ള ഇൻകം കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പൈസേൻ്റെ സാധനം വാങ്ങണമെങ്കിൽ പോലും ഈ പുരുഷന്മാരോട് ചോദിക്കണം. ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും ഏട്ടനാണെങ്കിലും ഒക്കെ അവരോട് നമ്മൾ ചോദിക്കണം, ഒന്ന് പൈസ തരുമോ, എനിക്ക് അവിടെ പോകണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ സാധനം വാങ്ങണമായിരുന്നു, അല്ലെങ്കിൽ ഈ സാധനം ഒന്ന് വാങ്ങണമായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടാന്ന് നോക്കും. ഇവരോട് ചോദിച്ച് ചില നല്ല ആൾക്കാരാണെങ്കിൽ നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. ചില കള്ളുകൂടിയന്മാരോ അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാരായിട്ടുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ആ ആഗ്രഹങ്ങൾ നമ്മൾ അടക്കി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിക്കേണ്ടാന്ന് തന്നെ വെക്കും. എന്തിനാണ് ഇവരുടെ ഇത് കേൾക്കേണ്ട ആവശ്യം? അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഒതുക്കി വെക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പം തന്നെ ആലോചിക്കാന്ന് വെച്ചോ, ഇപ്പോൾ നമ്മൾ താമസിക്കുകയാണ് ഇങ്ങനെ, ഇപ്പോൾ നാട്ടിലിപ്പം ഗെറ്റ് ടുഗെദർ വെക്കുകയാണ് എൻ്റെ സ്കൂൾ മേറ്റ്സിൻ്റെ ഒക്കെ 10th പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിരുന്നവരുടെയൊക്കെ ഒരു ഗെറ്റ് ടുഗെദർ വെക്കുകയാണെങ്കിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് നല്ലോണം ഉണ്ടാവും മനസ്സിൽ. പക്ഷേ ഞാൻ എങ്ങനെ എൻ്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോട് ചോദിക്കും? അപ്പോൾ അവരെന്ത് പറയും എന്നുള്ള പേടി കൊണ്ട് ഞാൻ അത് ഒതുക്കി വെക്കും മനസ്സിൽ, പോകണം എന്നുള്ള ആഗ്രഹം. പക്ഷേ ഞാൻ പറയുമ്പോൾ അപ്പോൾ ഞാനിപ്പം പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനെന്ത് നമുക്ക് പോകാലോ എന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്ക് ആ എന്താ പറയുക സുഖവും സന്തോഷമൊക്കെ കുടുംബത്തിലുണ്ടാവുന്നത്.
അപ്പം ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നൊരു സ്ത്രീയാണെങ്കിൽ എനിക്ക് അത്ര പോലും അവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പൈസ കയ്യിലുള്ള സ്ഥിതിക്ക് ഇവരോട് ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പം അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡിപ്പെൻസ്. ഞാൻ അതിൽ എന്താ പറയുക, ടോട്ടലി ഇപ്പം അമ്മ പറയുന്ന പോലെ 100% അങ്ങനെ മാത്രം ബിലീവ് ചെയ്യുന്ന ഒരാളല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളൊരു ഫാമിലി ജീവിക്കുകയാണ്. അത് ഫോർ ദ സേക്ക് ഹസ്ബൻഡ് ആവണോ അല്ലെങ്കിൽ വൈഫ് ആവണം നിർബന്ധമില്ല. നമ്മുടെ പേരൻസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കൂടുതലുള്ള ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആരായാലും ഇപ്പം എത്ര മോഡേൺ ചിന്തയുള്ള ആളാണ് നമ്മളെടുത്ത്. അമ്മ പറഞ്ഞ ഒരു പോയിന്റ് ഭയങ്കര കറക്റ്റ് ആണെന്ന് വെച്ചാൽ, നമ്മളെടുത്ത് പൈസയുള്ള സമയത്ത് നമ്മുടെ ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മളെ ഓണസ്റ്റ്ലി നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും പുറത്ത് സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും റെസ്പെക്ട് കൂടുന്നുള്ളത് ഐ ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് ഐ സീൻ എനിക്ക് അത് അഗ്രി ചെയ്യാൻ പറ്റും. അത് അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാല്യൂ ഉണ്ടാവും. കാരണം നമ്മൾ വീട്ടിലേക്ക് അമ്മ പറഞ്ഞ പോലെ പണ്ടത്തെ ആണുങ്ങൾ ഏൺ ചെയ്യുന്നു, നമ്മളെ തീറ്റിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണല്ലോ. ഫീഡേഴ്സ് അല്ല, നമ്മൾ പ്രൊവൈഡേഴ്സ് എന്നാണല്ലോ പറയാം. ഞാനല്ലേ നിന്റെ ചെലവ് ഇഷ്ടംപോലെ ഡയലോഗ് കേൾക്കാം അങ്ങനെ. കറക്റ്റ്. കാരണം പണ്ടത്തെ കാലത്ത് ഒരു പെണ്ണ് ജോലിക്ക് പോകുമ്പോഴും അവർ പറഞ്ഞ വലിയ തറവാടൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആംബിഷൻസ് ഉള്ള പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കണം ഡെഫിനറ്റ്ലി. ടീച്ചിങ് ഒക്കെ ആണല്ലോ മെയിൻലി ആ സമയത്തൊക്കെ ജോബ് കോമൺ ആയിട്ടുള്ള ജോലികൾക്കൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങൾ നാട്ടിലൊക്കെ ആകുമ്പോൾ. പക്ഷെ ആ സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ നീ കൂടെ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണ്ട നമ്മളെ വീട്ടിൽ അരി വാങ്ങാണെന്ന് അല്ലെ. അപ്പൊ അത് സ്ഥിരം ഡയലോഗാണ്. എക്സാക്ട്ലി. നീ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണ്ട നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ, ഞാൻ കുടുംബം പറ്റാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പൊ അവർക്കൊരു നാണക്കേട് പോലെയാണ് ഈ സ്ത്രീകൾ ജോലി ചെയ്ത് കൊണ്ടിരുന്ന അതുകൊണ്ട് വേണോ നമ്മളെ വീട് കഴിയാൻ? അവരടുക്കളയിൽ നിന്നാൽ മതി, കുട്ടികളെ നോക്കലും ചോറും കറിയും വെക്കലും മാത്രം ചെയ്താൽ മതി സ്ത്രീകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്ന്. അതെ. കാരണം അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ പണ്ട് ഒരുപാട് റിച്ച് ആയിട്ടുള്ള വലിയ വലിയ ഫാമിലീസ്, രാജാ കുടുംബങ്ങൾ അല്ലെങ്കിൽ റോയൽ ആയിട്ടുള്ള വലിയ തറവാട് കുടുംബങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മളെ ഫാമിലി ബിസിനസ്സാണ് കൃഷി ആക്ച്വലി അല്ലെ. ബിസിനസ് ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് നോക്കും ബിസിനസ്. അന്നത്തെ കാലത്ത് നമ്മളെല്ലാം സർവൈവ് ചെയ്യാൻ ചെയ്യുന്ന സംഭവം. നമ്മുടെ ഭക്ഷണം സാധനങ്ങൾ നമ്മൾ കൂടുതലുള്ളത് പുറത്തേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ കഴിച്ചിട്ട് തന്നെ വലിയ ഫാമിലീസ് ആയിരിക്കുമല്ലോ അങ്ങനെ. അപ്പൊ ഈ ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി നമ്മളെ ഇല്ലാത്തതുകൊണ്ടാണ്. എക്സാക്ട്ലി. നമ്മളെ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ഒരു മീഡിയ ആണത്. അല്ലാണ്ട് നമ്മളെ പാഷൻ അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ചെയ്യുന്നു, ഐ എം ഫീലിംഗ് ഹാപ്പി, അല്ലെങ്കിൽ ഐ എം മേക്കിംഗ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡന്റിറ്റി പുറത്തുണ്ടാക്കുന്നു ഈവൻ ഫോർ മെൻ, അതല്ലായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക ഡെഫിനിഷൻ. സോ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പുറത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, അല്ലെങ്കിൽ ഇവള് ശമ്പളം കൂടെ കൊണ്ടുവന്നിട്ട് വേണം എൻ്റെ വീട്ടിൽ റെന്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നീഡില്ല. കാരണം നമ്മൾ ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. ബട്ട് ഓണസ്റ്റ്ലി ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പൈസ കൊണ്ട് സഫർ ചെയ്യുന്ന ഫിനാൻഷ്യലി നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ആൾക്കാർ ജോലി ചെയ്യാണ്ട് അടിപൊളി. ഇന്നത്തെ കാലത്ത് എന്താണ് ഭാര്യ ഭർത്താവ് രണ്ടുപേരും അവരുടെ പാഷൻ്റെ കൂടെ തന്നെ അവരെ ജോലി ഫോളോ ചെയ്യും. ഇപ്പം നമ്മൾ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് കമ്പ്യൂട്ടറായിട്ട് ഒരു സ്നേഹമില്ലാത്ത ആൾക്കാരാണെങ്കിലും അതിൽ നല്ല നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ഉണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ പാഷൻ. ഇപ്പം ഞാൻ വിചാരിച്ചു ഫോർ എക്സാമ്പിൾ എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഹൈ ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ, ലക്ഷറി ബേസിക് നീഡ്സ് കൊടുക്കാൻ ഒരു അച്ഛന് പറ്റുന്നെങ്കിൽ എൻ്റെ വീട് ഇപ്പം നമ്മളൊരു 2 BHK എടുക്കണം, അങ്ങനെയല്ല ഒരു വീട് കൂടെ വാങ്ങിയിട്ട് നമുക്ക് സെക്യൂർ ചെയ്യണം. അത് റെന്റ് കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ഇന്റർനാഷണൽ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അവരുടെ ഫീസ് ഹൈ ആയിരിക്കും. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ നാളെ അവർ കല്യാണോ അല്ലെങ്കിൽ അവർക്കുള്ള ആസറ്റ്സ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇന്ന് മുതൽ തന്നെ സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ പോഷ് ആയിട്ടുള്ള കാർ വേണം, എനിക്ക് XUV കാർ വേണം, വലിയ ലക്ഷറി കാർ വേണം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഹൈ ലൈഫ് സ്റ്റൈൽ എന്താ പറയുക, എല്ലാ മാസവും എനിക്ക് ഷോപ്പിംഗ് വേണം, അവിടെ എവിടെയും ടൂർ വേണം, എവറി 6 months ഞാനൊരു ഇന്റർനാഷണൽ ടൂർ പോകണം, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലാണ് ആൾക്കാർ ഇപ്പോൾ ആഗ്രഹിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഡെഫിനറ്റ്ലി രണ്ട് പേരൻസും ജോലി ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരുപാട് കുറച്ചിട്ടാണെങ്കിൽ പോലും ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പൈസ കൊണ്ട്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഏൺ ചെയ്യാൻ പോകണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയില്ല, രണ്ടുപേരും ആക്ച്വലി ഏൺ ചെയ്തിട്ട് വേണം നമ്മളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ ഭർത്താക്കന്മാർ അത് പറയുന്നില്ല, നീ എന്താ പറയുക ഏൺ ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഫാമിലി. ശരിക്കും പെണ്ണുങ്ങളും കൂടെ ഏൺ ചെയ്തിട്ട് വേണം നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ, രണ്ടുപേർക്കും ജോലി വേണം. ആൺകുട്ടിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോഴും ജോലിയുള്ള പെൺകുട്ടി വേണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകം നമുക്ക് ലോൺ അടക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം മറ്റേയാളുടെ ശമ്പളം കൊണ്ടാണ് പിന്നെ വീട് കഴിഞ്ഞു പോകുന്നത്. ഇപ്പം എല്ലാവർക്കും ഫ്ലാറ്റുകളും വലിയ വലിയ വീടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ലോണിൽ തന്നെയാണ്. കാറ് വാങ്ങുമ്പോഴൊക്കെ ലോണിൽ തന്നെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുക. അപ്പം നമ്മൾ സഫർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ റെഡിയല്ല. അപ്പോഴും നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കണം. അതുകൊണ്ടാണ് സെക്കൻഡ് പേഴ്സന്റെ ഇൻകം കംസ് ഇൻടു പിക്ചർ. അപ്പം കുടുംബം വളർത്താൻ വേണ്ടി മറ്റേയാളുടെ ശമ്പളം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് രണ്ടുപേർക്കും ശമ്പളം വേണം, ജോലി വേണം, പിന്നെ അവർക്ക് പുറത്ത് ഒരു ലൈഫുണ്ട്. അപ്പം പണ്ടത്തെ പോലെ അടുക്കളയിലിരിക്കാൻ ഇന്ന് ഒരു സ്ത്രീയും തയ്യാറല്ല. എല്ലാവർക്കും അവനവന്റെ ഐഡന്റിറ്റി ഉണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. ആരുടെ അണ്ടറിൽ നിൽക്കാൻ ആരും തയ്യാറല്ല.
എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യണം, എൻ്റെ കയ്യിൽ പൈസ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആ ഒരു സ്ത്രീകൾ അങ്ങനെ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത് ഒരു നല്ല കാര്യമാണോ ചീത്തക്കാരിയാണോ? 100% നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർ അല്ലെങ്കിൽ ചില എന്താ പറയാ ഓവർ ഫ്രീഡം കൊടുക്കരുത് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അവർ പറഞ്ഞ വെച്ചാൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവാനുണ്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് ഡിവോഴ്സസ് ഒക്കെ കൂടുതലാവുന്നത്. കാരണം അവർക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ഐ ഡോണ്ട് ഹാവ് ടു സാക്രിഫൈസ്. കാരണം നിങ്ങൾ എന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ ചെയ്യാൻ സമയത്ത് വെച്ചാൽ എന്തും ചെയ്യാന്നല്ല, പക്ഷെ ഇപ്പം മേ ബി എനിക്ക് മുടി കളർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ മന്തും അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എനിക്കൊരു മസാജിന് പോകണം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ എനിക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് സോളോ ട്രിപ്പ് പോകണം. ഇപ്പോൾ ദാറ്റ്സ് എ കോൺസെപ്റ്റ് അല്ലേ, ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആണ്. എസ്പെഷ്യലി മദേഴ്സ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും പോലും എന്നുവെച്ചാൽ സ്വന്തം ഏൺ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഓഫീസിൽ പോകാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർ സ്വന്തം വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്തിട്ടോ ഓൺലൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടോ അവരെ സോളോ ട്രിപ്സ് പോകുന്നത് അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏൺ ചെയ്യാത്ത ആൾക്കാർ പോലും. സോ അങ്ങനെ ഒരു ട്രെൻഡിങ് ടൈമുള്ള സമയത്ത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഭർത്താക്കന്മാർക്ക് ആ ഒരു തോന്നുന്നത്. അവരെ ആ ഒരു കൺട്രോളിങ് പവർ, നമ്മളെ എസ്പെഷ്യലി ഇന്ത്യൻസ് ഞാൻ പറയുന്നത്, അങ്ങനത്തെ നമുക്കൊരു കൺട്രോളിങ് പവർ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം, എന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് നീ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സംഭവം കുറഞ്ഞു വരികയാണ് ആ ഒരു റേഷ്യോ. ബിക്കോസ് വിമൻ സേ പണ്ട് ആസ്ക് ആയിരുന്നു, ഇപ്പം അത് അവർ പറയും എനിക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട് ഞാനത് ചെയ്യാൻ പോകണം എന്നുള്ള ഇൻഫർമേഷൻ മാത്രമാകുമ്പോൾ എനിക്കൊന്ന് അവർക്ക് ആ പവർ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പണ്ടത്തെ പോലെ എൻ്റെ അച്ഛന് കിട്ടിയ റെസ്പെക്ട് എനിക്ക് കിട്ടുന്നില്ലോ എന്നുള്ള ഫീലിംഗ് വരുന്നതുകൊണ്ടായിരിക്കും എനിക്കൊന്ന് കൂടുതൽ ഹസ്ബൻഡ്സും അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് അവർക്ക് ആ ഫീലിംഗ് വരുന്നത്. ചിലവർ എഡ്യൂക്കേറ്റഡ് ആണ്, സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഇത്രയും ഹൈ എഡ്യൂക്കേറ്റഡ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് ചില വീട്ടിൽ ഇവൻ ഭർത്താക്കന്മാരെക്കാട്ട് കൂടുതൽ പെണ്ണുങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഈഗോ ക്ലാഷ് കുറേയും കൂടുതലാണ് ഈ ഒരു കാര്യത്തിൽ ഓണസ്റ്റ്ലി. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന നല്ലതാണോ അല്ലെന്നുള്ളത് 100% നല്ലതാണ്. കാരണം എവറി ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് ദിയർ ഓൺ ഐഡന്റിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. ജോലി വേണം, ഡെഫിനറ്റ്ലി സ്വന്തം ഇൻകം വേണം. അതുപോലെ വിവാഹത്തെ പറ്റി എന്താണ്? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. പക്ഷേ ആൺകുട്ടികൾക്കെല്ലാം കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ആണുങ്ങളൊക്കെ നിൽക്കുന്നത്. എല്ലാവരും പറയും ഭാര്യ ഭയങ്കര പാരയാണ്, തലവേദനയാണ്, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മളുടെ ഫുൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നൊക്കെ എല്ലാ ആണുങ്ങളും കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ആ പ്രായമാകുമ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്തുകൊണ്ടോന്നറിയില്ല, അവർക്ക് ആ പ്രായമാകുമ്പോൾ അവർ പറയുന്നത് വേണ്ട. ഞങ്ങൾക്ക് ചില പെൺകുട്ടികളൊക്കെ കല്യാണമേ വേണ്ടെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ, ജോലി ചെയ്യട്ടെ, സ്വന്തം കാലിൽ നിൽക്കട്ടെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടാവട്ടെ, ഞങ്ങളുടെ ആ കല്യാണം കഴിക്കണം എന്നൊരു തോന്നൽ എപ്പം മനസ്സിൽ വരുന്നോ അപ്പം മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കുന്നുള്ളൂ, അല്ലാതെ അതിനൊരു പ്രായമൊന്നുമില്ല എന്നാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിചാരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിനെപ്പറ്റിയുള്ള മെയിൻ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ. കാരണം നമുക്ക് നമ്മളെ ചോയ്സസ് ഉണ്ട്, നമ്മളെ സ്വന്തം ഐഡന്റിറ്റി ഉണ്ട്, നമ്മളെ ബിലീഫ്സ് ഉണ്ട്. എന്താ പറയാ, ഐ ലൈക്ക് ഇറ്റ് ദിസ് വേ. സോ ഞാൻ ഒരു ലിമിറ്റിന് ശേഷം ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല ജസ്റ്റ് ബിക്കോസ് ഐ എം എ വുമൻ, യുനോ. അപ്പം അതൊരു തെറ്റായ കോൺസെപ്റ്റ് അല്ലേ. കാരണം എല്ലാ അച്ഛനമ്മമാർക്കും കുട്ടികൾ ഒരേപോലെ തന്നെ അമ്മമാർ, ആൺകുട്ടിയിലും പെൺകുട്ടിയിലും ഒരേ വേദന സഹിച്ച് പ്രസവിക്കുന്നത്, 10 മാസം തന്നെ വയറ്റിൽ ചുമക്കുന്നത്. സോ എന്തിനാ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവണം? വീട്ടിലിപ്പം എന്താ പറയാ, പാത്രം കഴുകുന്ന ഇയാൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ഇയാൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അത് അന്നത്തെ കോൺസെപ്റ്റ്, അന്നത്തെ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. ബിക്കോസ് വിമൻ വർ നോട്ട് എഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ പുറത്ത് പോയി അവർ പണിയെടുക്കാൻ തന്നെ അവർക്ക് സേഫ്റ്റി റീസൺസ് ഇന്നും സേഫ്റ്റി ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്, ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ എന്താ പറയാ, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആണുങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ, അവരാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ബോത്ത് ആർ കേപ്പബിൾ. വീട്ടിലിപ്പം നമ്മൾ ഷെഫ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്ന ഷെഫ്സ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഷെഫ്സ് ഇപ്പം ഏത് ലാംഗ്വേജ്, നമ്മൾ മലയാളത്തിൽ മാത്രമല്ല പുറത്ത് എവിടെയും നോക്കുകയാണെങ്കിലും ആണുങ്ങൾ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നത് പെണ്ണുങ്ങൾ അതിൽ എക്സൽ ചെയ്യാത്തതെന്ന് വീട്ടിൽ നമ്മൾ ഫോഴ്സ് ടു കുക്ക്. എന്താ പറയുക, നീ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഈവൻ അമ്മ എന്നോട് പറയുകയാണെങ്കിൽ ഇല്ലെങ്കിലും ഐ എം എക്സ്പെക്റ്റഡ്. ബിക്കോസ് ഞാനൊരു പെണ്ണായതുകൊണ്ട് ഐ എം എക്സ്പെക്റ്റഡ്. നാളെ നീ ഒരു വീട്ടിൽ പോവില്ലേ, അതാണ് മെയിൻ ഒരു അണ്ടർലൈൻ ഒരു സെന്റൻസ് അവിടെ വരുന്നത്. നാളെ നീ വീട്ടിൽ പോകുമ്പോൾ ആ ചെക്കൻ്റെ അമ്മ അല്ലെങ്കിൽ വീട്ടുകാർ പറയും ഇതാണോ നിന്റെ അമ്മ പഠിപ്പിച്ചു വിട്ടതെന്ന് വെച്ചാൽ ആൾക്കാർ എന്ത് പറയും, എൻ്റെ ഇംപ്രഷൻ മോശമാവില്ല എന്നുള്ളത് കൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിക്കണം. പക്ഷേ മാത്രമല്ല നീ വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ് എന്നാൽ കുട്ടീനെ ചെറുപ്പം മുതലേ അവർക്ക് ഒരിക്കലും എന്താ പറയുക ഒരു സേഫ്റ്റി ബിലോങ് ചെയ്യുന്ന നീ എപ്പോഴും വേറൊരു വീട്ടിൽ പോകാൻ പ്രിപ്പയർ ആവുന്ന ഒരാളാണ് മാത്രമേ. അല്ലാണ്ട് അപ്പൊ എന്റെ വീട്ടിലാന്നുള്ള തോന്നലുണ്ടാവില്ല. ആ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ കേൾക്കുന്നത് നീ വേറെ വീട്ടിൽ പോകാനുള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ ചെയ്തു പഠിച്ചോ, അല്ലെങ്കിൽ വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ആൺകുട്ടികളോട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അവരെപ്പോഴും ഇതെന്റെ വീടാന്നുള്ള ആ സ്വാതന്ത്ര്യത്തോടും ഒത്തിരി അഹങ്കാരത്തോടെയും തന്നെ പറയാം അവർ നിൽക്കും. പക്ഷെ പെൺകുട്ടികൾ എപ്പോഴും വെച്ചാൽ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴും ഇവരിങ്ങനെ പറയും, ഇനി ചെന്ന് കയറുന്ന വീട്ടിൽ
ഇപ്പോഴത്തെ കാലത്ത് അത്ര ഇല്ലെങ്കിലും പൊതുവേ ഭർത്താവിൻ്റെ വീട്ടിൽ എപ്പോഴും പീഡനങ്ങൾ എന്നാണല്ലോ പൊതുവേ പറയുന്നത്. എന്തായാലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അത്ര ഫ്രീഡം ഭർത്താവിൻ്റെ വീട്ടിൽ ആർക്കും കിട്ടില്ല. അപ്പം അവരവിടെ പോയി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എവിടെയാണ് അവരുടെ സ്വന്തം വീട്? സ്വന്തം വീടില്ല, ഭർത്താവിൻ്റെ വീടും ഇല്ല. അവരെവിടെയാണ്? അതാണ് മെയിൻ റീസൺ. നമ്മൾ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസിനെയും ആൻസർ തന്നെയാണെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആവുന്നതും ഇൻഡിപെൻഡന്റ് ആവുന്നതും അവർ ചിന്തിക്കുന്നത് വെച്ചാൽ ഈ വീട്ടിൽ തന്നെ അവർ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്നെ പഠിപ്പിക്കുന്നത്, എൻ്റെ ട്യൂഷൻ, എൻ്റെ കോച്ചിങ്, എൻ്റെ ട്രെയിനിങ്, ഇതൊക്കെ ഞാൻ നടത്തുന്നത് വേറൊരു വീട്ടിൽ പോയി ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വീട്ടിൽ പോകുമ്പോൾ ആ പേരൻസോ അല്ലെങ്കിൽ ആ വീട്ടിലത്തെ ഭർത്താവോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒരിക്കലും എന്നോട് പറയുന്നില്ല ഇപ്പോഴാണ് നീ നിന്റെ വീട്ടിലേക്ക് വന്നത്, ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, ഇത്രയും കാലം നീ അവിടെ നിന്ന് പഠിച്ചു വന്നല്ലേ, ഇവിടെ വന്നിട്ട് എങ്ങനെ ജീവിക്കണം. സോ ദിസ് ഇസ് യുവർ ഹൗസ്, ഇവിടെ നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ ആരും പറയുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്, ഈ പെണ്ണ് അവിടെ നിന്ന് ഇവിടെ നിന്നും ഷീ ഈസ് നോവെയർ, ഐ മീൻ ഓൺ വീടല്ല അവളത്. സോ ഇന്നത്തെ കാലത്ത് കുറേ പെണ്ണുങ്ങൾ കൂടുതലും ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള ഏർണിംഗ് വേണം, എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വീട് വേണം, അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഉള്ള കുറേ പൈസ വേണം, സ്വർണം വേണം, അല്ലെങ്കിൽ കാർ വേണം, എനിക്ക് എൻ്റെ സ്വന്തം സ്കിൽസ് വേണം, എഡ്യൂക്കേഷൻ വേണം. ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് വേറൊരാളും കൊണ്ട് ഡിപ്പെൻഡ് ആവരുത്. എൻ്റെ ഭർത്താവ് എന്നോട് പറയാൻ ഡെയർ ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്നോട് പറയാൻ ഡെയർ ചെയ്തെന്ന് വെച്ചാൽ യുവർ ബർഡൻ ടു അസ്. ഞാൻ നിന്നെ തീറ്റിച്ചിട്ട് ഇവിടം വരെ എത്തിച്ച, ഞാൻ നിന്നെ പോറ്റിയിട്ട് ഇവിടം വരെ, നിന്റെ എഡ്യൂക്കേഷന് മുന്നിൽ ഞങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കെട്ടിച്ചു വിടുമ്പോൾ അവർ പറയും ഞാൻ ആണ് നിന്നെ പോറ്റി, ഇപ്പം എൻ്റെ പേരിൽ നീ വന്നിട്ട് ഞാൻ ചിലവ് ചെയ്യുന്നതുകൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നാളെ നീ ഒരു തുണി എടുക്കാൻ പോകുമ്പോൾ ഇവൻ ഫോർ ഷോപ്പ് എന്തെങ്കിലും ഒരു കല്യാണത്തിനാണെങ്കിൽ പോലും ഇത്ര വിലയുള്ള സാരി എടുക്കണ്ട, കാരണം എൻ്റെ പോക്കറ്റിന് അത്ര കപ്പാസിറ്റി ഉള്ളതെന്ന് ഭർത്താവ് പറയുമ്പോൾ അവളെ ആഗ്രഹം അതിന് ബിയോണ്ടാണ്, അതിൻ്റെ മുന്നോട്ടാണ്. സോ അവളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർക്ക് ചിന്തിക്കുന്നതുകൊണ്ട് യു ഹാവ് ടു സ്ട്രഗിൾ. കുറച്ച് ഇപ്പം നമ്മൾ ഇത്രയും നമ്മൾ കുക്ക് ചെയ്യുന്നതിന്, ക്ലീൻ ചെയ്യുന്നതിന് നല്ല ഡിസിപ്ലിൻ, ഒച്ചത്ത് ചിരിക്കരുത്, കാലിങ്ങനെ വെക്കണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, മുടി ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുട്ടികൾ അക്കാഡമിക്കലി മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ദർ മോർ ഇൻഡിപെൻഡൻറ്റ് അല്ലേ, പൈസയും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. വീഡിയോക്കിന് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം സംസാരിക്കാമെന്നുള്ളതാണ്. ഇഷ്ടം പോലെ സംസാരിക്കാൻ വിഷയം ഉള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ലാതെ ലെങ്തിലായാൽ അത് കേൾവിക്കാർക്ക് ബോറടിക്കുന്നുള്ളതുകൊണ്ട് നമുക്കിത് ഫസ്റ്റ് പാട്ടാക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിന് സെക്കൻഡ് പാട്ടോ തേർഡ് പാട്ടോ ഇനി എത്ര പാട്ടുകൾ വേണമെങ്കിൽ നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് പാട്ടാണ് ഈ വീഡിയോൻ്റെ വിമൻസ് ഡേ സ്പെഷ്യൽ ഫസ്റ്റ് പാട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. വൈൻഡപ്പ് ചെയ്യട്ടെ.